ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുലിഖിതം. നിങ്ങൾ എന്നോട് എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുലിഖിതം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക ഇടങ്ങളിൽ ഇതാ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് ഈ കൂട്ടായ്മകളിൽ ഇന്നിതാ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ബ്രിജിത്ത്. എൻ്റെ കുടുംബത്തിൽ കുറേ കാലങ്ങളായി എലി, പാറ്റ, പല്ലി തുടങ്ങിയ കീടങ്ങളുടെ ശല്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെലിവിഷനിൽ കൂടി ദൈവവചന ശുശ്രൂഷ സമയത്ത് അനേകം വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ സാക്ഷ്യം പറയുന്നത് കേട്ടത്. ഒരു വ്യക്തിയുടെ സാക്ഷ്യം എന്നെ സ്പർശിച്ചു. അവരുടെ വീട്ടിൽ കറുത്ത വണ്ടിൻ്റെ ശല്യം കൊണ്ട് അവർ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നുവെന്നും, എന്നാൽ ടെലിവിഷനിൽ ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് അത്ഭുതം ചെയ്ത് പിന്നെ ആ വണ്ട് ഒരിക്കലും അവരുടെ കുടുംബത്തിൽ കാണപ്പെട്ടിട്ടില്ലെന്നും ഉള്ള സാക്ഷ്യം എന്നെ സ്പർശിച്ചു. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. എൻ്റെ വീട്ടിലെ ശല്യവും ഇതുപോലെ പ്രാർത്ഥിച്ചാൽ മാറും എന്നെനിക്കൊരു ബോധ്യം കിട്ടി. ഞാനും അന്ന് ടെലിവിഷൻ ശുശ്രൂഷയുടെ സമയത്ത് ടീമിനോട് ചേർന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, എലിയെയും പല്ലിയെയും പാറ്റയെയും എല്ലാം കർത്താവ് എൻ്റെ ഭവനത്തിൽ നാട്ടിപ്പായിച്ചു. ഇപ്പോൾ എൻ്റെ ഭവനം സ്വസ്ഥമായ ഒരു ഭവനമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭർത്താവിന് ഒരു വിശ്വാസമില്ലായിരുന്നു, ഇപ്പോൾ കർത്താവ് അനുഗ്രഹിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായി വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് കാട്ടുമൃഗങ്ങളെ, ക്ഷുദ്രകീടങ്ങളെ ആട്ടിപ്പായിക്കും. ലേവ്യരുടെ പുസ്തകത്തിൽ 26-ാം അധ്യായം 6 മുതലുള്ള തിരുലിഖിതങ്ങൾ. കർത്താവ് നമുക്ക് ദോഷകരമായ തിന്മകളെ ആട്ടിപ്പായിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, 2 കരങ്ങളും തുറന്നു പിടിക്കാം. ഇതാ ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സ്പർശിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ അവിശ്വാസം നീ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈ പ്രാർത്ഥനയുടെ സമയത്ത് എളിമപ്പെട്ട് കുടുംബം ഒന്നിച്ച് വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. അവിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്നാ വിശ്വാസ വഴി ഞാൻ തെളിക്കാം. അവിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയൂ. ദൈവമേ, അടയാളം തേടാതെ വന്നാ സ്പർശിക്കണമേ. വിശ്വാസ വഴി ഞാൻ തെളിക്കാം. ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. വിശ്വാസത്തിന്റെ വഴികളിലൂടെ നടക്കാൻ അനുഗ്രഹിക്കണമേ കർത്താവേ. കാണപ്പെടാത്തവ കൺമുമ്പിലെന്നപോ വിശ്വാസ ദൃഷ്ടിയാൽ കാണാം. കാണപ്പെടാത്തവ കൺമുമ്പിലെന്നപോ വിശ്വാസ ദൃഷ്ടിയാൽ കാണാം. പ്രത്യാശയോടെ കാത്തിരുന്നിടുകിൽ ഉത്തരം നൽകിടും ദൈവം. പ്രത്യാശയോടെ കാത്തിരു
നൽകിടും ദൈവം, പ്രാർത്ഥന കേട്ടിടും തീർച്ച. അവിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. വിശ്വാസ വഴി ഞാൻ തെളിക്കാം. പിതാവായ ദൈവമേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. ലോകത്തിൻ്റെ പല കാര്യങ്ങളിൽ വ്യഗ്രതപ്പെട്ടു ഓടി ജീവിതത്തിൻ്റെ പാതയോരങ്ങളിൽ വെച്ച് ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെട്ട് വിശ്വാസം മങ്ങിപ്പോയി വീണ്ടുണങ്ങിയ മാനസങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ പിതാവേ. വിശ്വാസം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. യുവതീവാക്കന്മാരെ അഭിഷേകം ചെയ്യണമേ. ബാലികാബാലന്മാർക്ക് ഹൃദയത്തോടെ നൽകണമേ. സ്പർശിക്കണമേ പിതാവേ. തൊട്ടനുഗ്രഹിക്കണമേ അപ്പ. അപ്പ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ തൊട്ടനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ തുടക്കകാലം തൊട്ട് കർത്താവ് സഹിയോൻ ധ്യാന കേന്ദ്രത്തിന് വെളിപ്പെടുത്തി നൽകിയിട്ടുള്ള ഒരു അടിസ്ഥാന വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുലിഖിതം. യേശു അവളോട് ചോദിച്ച്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ എങ്ങനെയാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ ആക്കിയെടുത്തത് എന്നതിനെക്കുറിച്ച് അറിയാൻ പല ആളുകളും പല സ്ഥലത്ത് വെച്ചും എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ള ഉത്തരമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുലിഖിതം. യേശു അവളോട് ചോദിച്ച്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? സഹിയോന്റെ ശുശ്രൂഷകളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഓരോ ധ്യാനത്തിന് 5 പേര്, 12 പേര്, 13 പേര്, 15 പേര്, ഇത്ര ആളുകളെ വരുമായിരുന്നുള്ളൂ. ഒരു ഏകദിന ധ്യാനത്തിന് മാക്സിമം പോയാൽ 28 പേര്, 35 പേര്, ഏറ്റവും കൂടിയ 40 പേര്. ഒരു സ്തോത്ര കാഴ്ച എടുത്താൽ മാക്സിമം പോയാൽ 25 രൂപ. ഇതൊക്കെയായിരുന്നു സഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് വർഷങ്ങളോളമുള്ള അച്ഛൻ്റെ അനുഭവം. ഈ ശുശ്രൂഷ എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കും, എങ്ങനെ ഈ അട്ടപ്പാടി ശുശ്രൂഷ ശക്തി പ്രാപിക്കും, ഇതിനെക്കുറിച്ച് ദൈവത്തോട് ഇങ്ങനെ അന്വേഷിക്കുക, പ്രാർത്ഥിക്കുക, ടീം കൂടി പ്രാർത്ഥിക്കുക, ഇങ്ങനെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദൈവമായ കർത്താവ് പറഞ്ഞത്, നീ എൻ്റെ മഹത്വം ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവോ? നീ എൻ്റെ മഹത്വം ദർശിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ നീ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് നല്ല വിശ്വാസമാണ്, ദൈവത്തിലും വിശ്വാസമുണ്ട്, യേശുവിലും വിശ്വാസമുണ്ട്, എല്ലാത്തിലും എനിക്ക് വിശ്വാസമുണ്ട്. കർത്താവ് പറഞ്ഞു, പോരാ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദൈവത്തിലുള്ള വിശ്വാസം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിന്റെ വിശ്വാസത്തിൻ്റെ അതിർവരമ്പുകളെ നീ വലുതാക്കി നീ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കാണണം. കാണുന്നതെല്ലാം ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരും. ഹല്ലേലൂയ. അന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു 100-500 പേരെ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് ഏകദിന ധ്യാനത്തിന് കൊണ്ടുവരണമേ. കർത്താവ് ഒരു 500 പേരെ കൊണ്ടുവന്നു. വീണ്ടും പ്രാർത്ഥിച്ചു, 1000 പേരെ കൊണ്ടുവരണമേ. ഇതാ 1000 പേരെ കൊണ്ടുവന്നു. പിന്നെ അന്നത്തെ കാലത്ത് മാക്സിമം പ്രാർത്ഥിക്കാൻ നമ്പർ 2000 പേര്. ഉടനെ വിശ്വാസത്തിന് ആ ഒരു റേഞ്ച് അങ്ങ് വർദ്ധിപ്പിച്ചിട്ട് 2000 പേരെ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കണ്ട് 2000 പേരെ തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ 2000 പേരെ കർത്താവ് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പം മാക്സിമം 10000 പേരെന്ന് പറഞ്ഞാൽ അന്ന് ഒരിക്കലും ചിന്തിക്കാൻ അത്രയും വലിയ ഹ്യൂജ് നമ്പറാണ് അന്ന് ഞങ്ങൾക്ക് 10000. അതുകൊണ്ട് പറഞ്ഞ് 10000 പേരെ കൊണ്ടുവരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ അത് സംഭവിച്ചത് എനിക്കറിയാൻ പാടില്ല. എന്തായാലും കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒരു വൺ ഡേ പ്രോഗ്രാമിന് 10,000-ഓളം പേര് തടിച്ചുകൂടുന്ന രംഗമാണ് കാണാൻ സാധിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം മനസ്സിലാക്കി. വിശ്വാസ ദൃഷ്ടി കൊണ്ട് കണ്ട് എന്തു പറയണോ അത് അതുപോലെ സംഭവിക്കും. വിശ്വാസ ദൃഷ്ടിക്ക്, വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിന്, വിശ്വാസത്തിൻ്റെ ആ ജീവിതത്തിന് വലിയ ശക്തിയുണ്ട്. ദൈവമഹത്വം ഇന്ന് അനേകം ദൈവമക്കൾ ദർശിക്കാതെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആരും പകർന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് എനിക്ക് ആദ്യത്തെ ഉൾക്കാഴ്ച കിട്ടിയത് ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 9-ാം വാക്യമാണ്. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. ഒന്ന് ഓർക്കാമോ? വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. ഉടനെ അബ്രാഹത്തിന്റെ വിശ്വാസം എന്താണ് എന്നായി എൻ്റെ അന്വേഷണം. അപ്പോഴാണ് റോമാലേഖനത്തിൽ 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ച് 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസം ഇല്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്ന അബ്രാഹാം 100 വയസ്സായപ്പോഴും അവൻ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കാണുകയാണ്, ഞാൻ അനേകം ജനതകളുടെ പിതാവാകും. അവൻ എന്ത് വിശ്വാസം കൊണ്ട് കണ്ടോ അത് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഹല്ലേലൂയ. വിശ്വാസം നിർണായകമായൊരു ഘടകമാണ്. കാര്യം പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഒരു സാധ്യതയില്ലെങ്കിലും വിശ്വാസ ദൃഷ്ടി കൊണ്ട് കണ്ട് വിശ്വാസം പറഞ്ഞ് സംഭവിപ്പിക്കണം. അതിൻ്റെ പേരാണ് അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും കഴിയുമെന്ന് ദൈവപുത്രൻ ഉറപ്പ് തന്നിട്ടുണ്ട്. വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുലിഖിതം, പത്രോസും യാക്കോബും യോഹന്നാനോടും കൂടെ യേശു മലമുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഒരു ജനക്കൂട്ടം അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഈ ജനക്കൂട്ടം കുറച്ച് മുമ്പ് മറ്റ് സ്ലീഹന്മാരോട് തർക്കിക്കുകയും വഴക്കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുവിനെ കണ്ടപ്പോൾ അവർ ഓടി യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. യേശു ചോദിച്ചു, എന്താ വിഷയം? അപ്പോൾ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ പറഞ്ഞു, ഗുരു, എൻ്റെ മകനെ ഒരു പിശാച് ബാധിച്ചിട്ട് അവന് തീയിലും വെള്ളത്തിലും തള്ളിയിടുകയാണ്. നിന്റെ ശിഷ്യന്മാരോട് പുറത്താക്കാൻ പറഞ്ഞാൽ അവർക്ക് കഴിഞ്ഞില്ല. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നോട് കരുണ തോന്നി അത് ചെയ്തു തരണമേ. ഈ കുട്ടിയുടെ അപ്പൻ യേശുവിനോട് പറയുകയാണ്. യേശുവിനെ അത് പ്രകോപിപ്പിച്ച് യേശു ചോദിച്ചു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും. അതാണ് മർക്കോസ് 9:23. കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും. ഈശോ ഉറപ്പ് തരികയാണ്. ഇവിടെ ഈശോയ്ക്ക് ന്യായമായി പറയാവുന്ന കാര്യമുണ്ട്, ദൈവത്തിന് എല്ലാ കാര്യങ്ങളും കഴിയും. അതല്ല ഈശോ പറഞ്ഞത്, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം അവിശ്വാസ ശക്തിയിൽ നിറഞ്ഞ് ഈശോ ആ ആത്മാവിനോട് കൽപ്പിച്ചു, മൂകനും ബധിരനുമായ ആത്മാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, പുറത്തു വരിക. ആ ആത്മാവ് ആ കുട്ടിയെ തള്ളിയിട്ടിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു. വിശ്വാസത്തിന്റെ ശക്തി ജനങ്ങൾ കണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ ഞാനും നിങ്ങൾ ഇന്ന് ജീവിക്കണമെന്നും ദൈവത്തിന്റെ മഹത്വം കാണണമെന്നും മറ്റുള്ളവരത് നമ്മളൊരിത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം, ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം എങ്ങനെയാണ് പ്രാബല്യത്തിൽ വരുത്തേണ്ടത്? വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എങ്ങനെയാണ്? സോ ഐ ടെൽ യു whatever you ask for in prayer, believe that you have received it and it will be yours. നിങ്ങൾ പ്രാർത്ഥനയിൽ എന്താണോ ചോദിച്ചത് അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക, അത് നിങ്ങളുടേതായിരിക്കും.
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥനയിൽ എന്താണോ ചോദിക്കുന്നത് അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക, അത് നിങ്ങളുടേതായിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളൊരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു പറമ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, കയ്യിൽ പൈസയില്ല. വിശ്വാസ ദൃഷ്ടി കൊണ്ട് അത് കാണുക, യേശുവിന്റെ നാമത്തിൽ പറയുക, അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉദാഹരണം പറയാം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് അച്ഛൻ കോഴിക്കോട് പട്ടണത്തിൽ ഒരു ബൈബിൾ കൺവെൻഷൻ നടത്തുമ്പോൾ പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥ ഹൃദയം കൊണ്ട് തീരുമാനം എടുത്തു, അത് ശരി, അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസകൃപയൊന്ന് ഉപയോഗിക്കണമല്ലോ. ആ ഉദ്യോഗസ്ഥ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ഈ കോഴിക്കോട് പട്ടണത്തിൽ വന്നിട്ട് ഞാനും എൻ്റെ ഭർത്താവ് 2 കൈ നിറയെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഇന്ന് വരെ ഒരു കാറ് ഞങ്ങൾക്കില്ല, ഒരു മൂട്ട സ്കൂട്ടർ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആ ഉദ്യോഗസ്ഥ ആ ഗ്രൗണ്ടിൽ നിന്ന് ഒറ്റ പ്രാർത്ഥനയാണ്, കർത്താവേ, ഇന്ന് ഞാനും എൻ്റെ ഭർത്താവും 2 കൈ നിറയെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്കൊരു കാറ് വാങ്ങാൻ പറ്റിയില്ല, ഒരു മൂട്ട സ്കൂട്ടറിലാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതാ ഞാൻ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കാണുകയാണെന്ന് പറഞ്ഞ് നല്ലൊരു കാറ് ഈ ഉദ്യോഗസ്ഥ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കണ്ട്, അത് സംഭവിക്കട്ടെ, എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 ദിവസം കൊണ്ട് കൺവെൻഷൻ, ആദ്യത്തെ ദിവസമാണ് പ്രാർത്ഥിക്കുന്നത്. 5-ാം ദിവസം സ്റ്റേജിൽ വന്ന് സാക്ഷി പറയുമ്പോൾ ഇതാ ഒരു താക്കോലും കറക്കി ഈ ഉദ്യോഗസ്ഥ സ്റ്റേജിലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ട്, ഞാൻ ഈ ടൗണിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ഞാനും എൻ്റെ ഭർത്താവ് ഈ ടൗണിൽ ഇത്ര വർഷങ്ങൾ ഇവിടെ ഉള്ളതാണ്, ഇന്ന് വരെ ഞങ്ങൾക്കൊരു കാർ വാങ്ങാൻ പറ്റിയിരുന്നില്ല. ഈ കൺവെൻഷൻ ആദ്യ ദിവസത്തിൽ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസത്തെക്കുറിച്ച് കേട്ടു. അപ്പോൾ ഞാൻ വിശ്വാസ ദൃഷ്ടി കൊണ്ട് ഇത് കണ്ടു. എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് ഇതാ കാറിൻ്റെ ഉടമയായിട്ടാണ് ഞങ്ങൾ, ആ കാറിലാണ് ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് ഈ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കണമെന്ന് പറഞ്ഞ് ആ കാറിൻ്റെ താക്കോല് ജനത്തെ കാണിച്ചു കൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയേ, 2 കൈ നിറയെ ശമ്പളം വാങ്ങുന്ന 2 ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു വീട്, എന്നാൽ അവർക്ക് കാറ് വാങ്ങാൻ പറ്റിയില്ല. വിശ്വാസത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ ആ വിശ്വാസ കൃപയോജിച്ച് പ്രാർത്ഥിച്ചു. 5 ദിവസത്തിൽ കുടുംബത്തിൽ ദൈവത്തിന്റെ മഹത്വം അവർ ദർശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം അവിടെ ഒരു രംഗം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈശോയും ശിഷ്യന്മാരും ഒരു ഭവനത്തിലേക്ക് ഒരു ശതാധിപൻ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ ശതാധിപന്റെ മകൾ കഠിനമായ രോഗം ബാധിച്ച് മരണാസന്നയായി വീട്ടിൽ കിടക്കുകയാണ്. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് അവരെ അറിയിച്ചു, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട, കുട്ടി മരിച്ചു കഴിഞ്ഞു. ഇത് കേട്ട ഉടനെ യേശു വളരെ ശക്തമായ ഒരു കാര്യം പ്രഖ്യാപിച്ചു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 50-ാം തിരുലിഖിതം. ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കുട്ടി മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്കിയേ, വിശ്വാസ ദൃഷ്ടി കൊണ്ട് അത് യേശു കാണുകയാണ്. വിശ്വാസ ദൃഷ്ടിയെ കാണാൻ ശതാധിപനെ ഈശോ പരിശീലിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. ഈശോ ആ കുട്ടിയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആ ശതാധിപന് വീണ്ടും ജീവനോടെ തിരിച്ചു നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശ്വാസത്തെക്കുറിച്ചാണ് ഹെബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 1-ാം വാക്യം പഠിപ്പിക്കുന്നത്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. യോഹന്നാൻ 11:40 മരിച്ച ലാസറിന്റെ ഭവനത്തിലേക്ക്, മരിച്ച് 4 ദിവസമായ ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു വരുമ്പോൾ യേശു പറയണം, നീ ദൈവമഹത്വം ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നീ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം നീ പരിശീലിക്കണം. നിന്റെ സഹോദരൻ ലാസർ മരിച്ച് 4 ദിവസമായെങ്കിലും അവൻ ജീവനോട് ഇരിക്കാൻ തക്കവണ്ണം നീ നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ അവൻ ജീവനോട് ഇരിക്കുമെന്ന് ഈശോ അവളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ചു വെക്കാം. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്നാ വിശ്വാസ വഴി ഞാൻ തെളിക്കാം. അവിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്നാ
വിശ്വാസ വഴി ഞാൻ തെളിക്കാം. ദൈവമേ, വിശ്വാസത്തിന്റെ ഉറവകൾ ഞങ്ങൾക്കായി തുറക്കണമേ പിതാവേ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ യാതൊരു സാധ്യതയില്ലെങ്കിലും കാണപ്പെടാതെ ഉണ്ട് എന്ന ബോധ്യത്തോടെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് സംഭവിപ്പിക്കാനുള്ള കൃപ തുറക്കണമേ. കാണപ്പെടാത്തവ കൺമുമ്പിലെന്നവോ വിശ്വാസ ദൃഷ്ടിയാൽ കാണാം. ദൈവമേ, കാണപ്പെടാത്തവ കൺമുമ്പിലെന്നവോ വിശ്വാസ ദൃഷ്ടിയാൽ കാണാം. പ്രത്യാശയോടെ കാത്തിരുന്നിടുകിൽ ഉത്തരം നൽകിടും ദൈവം. പ്രത്യാശയോടെ കാത്തിരുന്നിടുകിൽ ഉത്തരം നൽകിടും ദൈവം. പ്രാർത്ഥന കേട്ടിടും തീർച്ച. അവിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്നവാ, വിശ്വാസ വഴി ഞാൻ തെളിക്കാം. അടയാളം തേടാതെ വന്നാ, വിശ്വാസ വഴി ഞാൻ തെളിക്കാം. വിശ്വാസ വഴി ഞാൻ തെളിക്കാം. സ്നേഹപിതാവേ, ശൂന്യതയുടെ മേൽ വിശ്വാസത്തിന്റെ അത്ഭുതങ്ങൾ ചെയ്ത് വചനം കൊണ്ട് സർവ്വതും സൃഷ്ടിച്ച സർവശക്തനായ പിതാവേ, ഇല്ലായ്മയെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് സകലതും സംഭവിപ്പിക്കാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ അത്ഭുത ശക്തി ഈ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ നിറയട്ടെ. വിശ്വാസം വഴി ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ ഒരു ഭാഗ്യം ഇവർക്ക് കൊടുക്കണമേ. വിശ്വാസം വഴി ഇല്ലായ്മയിൽ എല്ലാം ഉണ്ടാകുന്നത് കാണാനുള്ള ഭാഗ്യം ഇവർക്ക് കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധന രാജാധിരാജന ആരാധന 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 ലോകൈകനാഥന ആരാധന 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 രാജാധിരാജന ആരാധന 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 ലോകൈകനാഥന ആരാധന. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുലിഖിതം. കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും നീക്കിക്കളയും. 2 കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തി ഈ നിമിഷം എല്ലാവരും കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കട്ടെ.
യേശുവേ 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 എന്നെല്ലാവരും ഉറക്കെ വിളിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ 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 സ്പർശിക്കണമേ സ്പർശിക്കണമേ സ്പർശിക്കണമേ, സൗഖ്യം നൽകണമേ, സുഖപ്പെടുത്തണമേ. യേശുവേ യേശുവേ യേശുവേ